കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുപ്പികളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് പ്രയോജനമാണ്. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇതേപോലെ സ്ക്രബ്ബർ വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ബ്രഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഏത് വള്ളിയാണോ ഉള്ളത് അതുകൂടി എടുക്കുക. അതിനുശേഷം നമ്മൾ കിഴങ്ങ് സവാളയൊക്കെ മേടിക്കുന്ന ഇതേപോലത്തെ കിറ്റുണ്ടല്ലോ, ഈ വലയുടെ ആ ഭാഗം ഇതേപോലെ മുറിച്ചിട്ട് അതിനകത്തോട്ട് സ്ക്രബ്ബർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ സ്ക്രബ്ബർ ചിലവർക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് നമുക്ക് പ്രശ്നമില്ലാതെ തന്നെ ഇത് വെച്ച് നമുക്ക് ബാത്റൂമും അതേപോലെ കിച്ചൺ സിങ്ക് അതേപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് നല്ല അടിപൊളി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് വള്ളി അതിനകത്തൂടെ കടത്തി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് വള്ളി എടുക്കാൻ പറ്റും. ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഇതേപോലെ വള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കയ്യിൽ പിടിച്ചിട്ട് തന്നെ തേക്കുകയും ചെയ്യാം. കയ്യിലൊന്നും ആവത്തുമില്ല. അപ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്ക്, സ്ക്രബ്ബറൊക്കെ തൊടുന്നവർക്ക്, അലർജിയൊക്കെ ഉള്ളവർക്ക് തന്നെ നമുക്ക് ഇത് കൈ തൊടാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതിൻ്റെ വള്ളിയുടെ തുമ്പ് ഭാഗം പിടിച്ചെടുക്കുക. അപ്പോൾ രണ്ട് ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വലിച്ചിട്ട് ഇത് ആ കുപ്പിയുടെ അകത്തോട്ടാക്കി കൊടുക്കാം. ആ രണ്ട് വള്ളിയും ആ കുപ്പിയുടെ മുകൾ ഭാഗത്തോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ കുപ്പിയുടെ മൂടിയിൽ ദ്വാരമൊന്നും ഇടുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെ നമുക്ക് നല്ല വൃത്തിക്ക് വെച്ച് കൊടുത്തിട്ട് കുപ്പിയുടെ മൂടി അടച്ചു കൊടുത്താൽ മതി. തുറന്നൊന്നും പോകത്തില്ല. എന്നിട്ട് നമുക്ക് വള്ളി കെട്ടിക്കൊടുക്കുക. അപ്പോൾ വള്ളി കെട്ടിക്കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് വള്ളി നമ്മുടെ കയ്യിൽ കോർത്ത് പിടിച്ചിട്ട് തന്നെ നമുക്ക് ഇത് മൊത്തത്തിൽ എല്ലായിടത്തും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ആണിയിൽ തൂക്കിയിടുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും. നമുക്ക് കിച്ചൺ ടൈൽ മുതൽ നമ്മുടെ ബാത്റൂം വരെ ക്ലീൻ ആക്കാൻ ഇത് മാത്രം മതി. ഇതിപ്പോൾ ഞാൻ വെറുതെ തേച്ച് കാണിക്കുകയാണ്. ഇതിപ്പോൾ ഞാനിതുകൊണ്ട് ടൈലൊക്കെ ഇതേപോലെ നമുക്ക് തേച്ചെടുക്കാമെന്ന് കാണിക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ തന്നെ സിങ്കിൻ്റെ അകത്തുള്ള പൈപ്പ് എല്ലാം ഇതേപോലെ നമുക്ക് തേച്ചെടുക്കാം. വളരെ ഈസിയാണ്. നമ്മുടെ കൈ നനയത്തില്ല, നമുക്ക് തൊടുകയും വേണ്ട. നമ്മുടെ ബ്രഷൊന്നും തൊട്ട് കയ്യിൽ അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. സോപ്പ് കയ്യിലാവത്തില്ല. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഡിഷ് വാഷ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത്രയും കൊണ്ട് തന്നെ നമുക്ക് എത്ര നമുക്ക് ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടോ അത്രയും ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് എത്രമാത്രം ക്ലീൻ ആക്കാനുണ്ടോ ആ ഭാഗം മൊത്തം നമുക്ക് അത്രയും വെച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഞാൻ ബാത്റൂമിൽ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മാത്രം മതി. ചുമ്മാ നമുക്ക് ഒഴിച്ച് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും വെച്ച് തന്നെ നമുക്ക് ആ ഭിത്തി മൊത്തവും നമുക്ക് തേച്ച് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈ നനയത്തില്ല, നമുക്ക് കയ്യിൽ ബ്രഷ് തൊടേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ബാത്റൂം മൊത്തത്തിൽ തേച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ എവിടെയെങ്കിലും ആണിയിൽ തൂക്കിയിടുകയും ചെയ്യാം.